ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, കേരള ഗവേണൻസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശക്തമായ തയ്യാറെടുപ്പുകളോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗം നേടാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആദ്യമേ ഞാൻ ആശംസിക്കുന്നു. ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ ഏറ്റവും വലിയ ശത്രു ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫിയർ ഓഫ് ഫെയിലുവർ, പരാജയ ഭീതിയാണ്. നിങ്ങളെ ആകെ കുഴപ്പിക്കുന്ന നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് പരാജയ ഭീതിയാണ്. തീർച്ചയായിട്ടും ആ ശത്രുവിനെ ഒഴിവാക്കിയേ മതിയാകൂ. മനസ്സിൽ നിന്ന് പറിച്ചെറിയുക. ആ സ്ഥാനത്ത് ആത്മവിശ്വാസത്തെ കുടിയിരുത്തുക. തീർച്ചയായിട്ടും ആത്മവിശ്വാസമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ആത്മവിശ്വാസമാണ് ധീരതയുടെ കാവൽ എന്ന അമേരിക്കൻ തത്വചിന്തകനായ എമേഴ്സൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞു കേരള ഗവേണൻസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഭൂപരിഷ്കരണം ഇച്ചിരി വിശാലമായ ടോപ്പിക് ആയതുകൊണ്ട് ഒരു 2-3 ക്ലാസ്സുകളിലാക്കി നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം, ഘട്ടം ഘട്ടമായിട്ട്. കാരണം കേരളത്തിലെ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷമുള്ള ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ. കേരള രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമൊക്കെ ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഈ ഏരിയ ഒന്ന് പഠിച്ചെടുക്കാം. ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പറയാൻ പോകുന്നത്, നോക്കൂ, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണെന്ന് നോക്കാം. ഇതിലാദ്യം നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യം ഒന്ന് പഠിക്കാം. The first comprehensive land reform law to come into existence after formation of Kerala was the Kerala Agrarian Relation Act. അത് നമ്മൾ പറയുന്നത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള കാര്യം പറയുകയാണ്. അതിനു മുമ്പുള്ള കാര്യം പറയാം. നോക്കൂ, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം, ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ പേരാണ് കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് 1960. 1960 കേരള കാർഷിക ബന്ധ നിയമം. പച്ച മലയാളം ഇതാണ്. കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ കേരള കാർഷിക ബന്ധ ബില്ല്. നോക്കൂ, 1956 ഐക്യ കേരളം നിലവിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരികയാണ്. 1957 കേരളത്തിൽ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരളത്തിൽ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ്, ഇന്ത്യയിൽ തന്നെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററി. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒന്നായിരുന്നു ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക. അതിനുവേണ്ടി 1957 തന്നെ ഒരു കാർഷിക ബന്ധ ബില്ല് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഘട്ടം ഘട്ടമായി പഠിക്കാം. ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറയുകയാണിത്. നോക്കൂ, ആ നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർഷിക ബന്ധ ബില്ല്. പക്ഷേ 1957 ആ ബില്ല് അവതരിപ്പിച്ച് സഭ പാസാക്കിയെടുത്തു എങ്കിലും രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് 356 വകുപ്പ് പ്രകാരം ഒരു സംസ്ഥാനത്തെ പിരിച്ചുവിട്ടത് കേരളത്തെയാണെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ പ്രസിഡൻസ് റൂൾ വരികയാണ്, രാഷ്ട്രപതി ഭരണം വരികയാണ്. വിമോചന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ഭരണം വരുന്നു. നമ്മുടെ
മന്ത്രിസഭയെ 1957 രൂപീകരിക്കപ്പെട്ട EMS മന്ത്രിസഭയെ 1959 ജൂലൈ 31 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിരിച്ചുവിടുകയാണ്. അങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അവിടെ. അതിൻ്റെ ഫലമായിട്ട് ഈ ബില്ല് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നോക്കൂ, പിന്നീട് 1960 അടുത്തൊരാൾ മുഖ്യമന്ത്രിയായി വരികയാണ്. ആര്? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ 1960 ഒരു മന്ത്രിസഭ വരികയാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഗ്രേറിയൻ റിലേഷൻ ബില്ലിനെ ചില ഭേദഗതികളിലൂടെ നടപ്പിലാക്കി. അവർ ശരിക്ക് അത് പാസ്സാക്കിയെടുത്തു. നടപ്പിലാക്കിയെന്ന് പറയാൻ പറ്റില്ല. ആ ബില്ല് നടപ്പിലാക്കാനായിട്ട് മുന്നോട്ട് വന്നപ്പോൾ കോടതിയുടെ വിലക്കുണ്ടായി. കാരണം കാസർഗോഡ് ജില്ലയിൽ ശരിക്ക് റൈറ്റ് വാരി സമ്പ്രദായം നിലനിന്നിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കർഷകർ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന സമ്പ്രദായം, അവിടെ ഇൻ്റർമീഡിയറി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ആ നിയമം കോടതി തടഞ്ഞു. ഈ നിയമം നടപ്പിലാക്കുന്നത് കോടതി തടഞ്ഞു. പിന്നെ 1962 ആർ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരികയാണ്. അവരാണ് ശരിക്ക് ഈ കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് എന്നുള്ളതിനെ മാറ്റിയിട്ട് കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആക്കി മാറ്റിയത്. കേരള ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. 1963 പാസ്സാക്കി, 64 അത് നടപ്പിലാക്കി. എന്നാൽ 1964 നടപ്പാക്കിയ ആ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ സമഗ്രമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് 1969 ആരുടെ മന്ത്രിസഭ? സി അച്യുതമേനോൻ്റെ നേതൃത്വമുള്ള മന്ത്രിസഭ ആ ബില്ല് കുറേ കൂടി ഭേദഗതികൾ വരുത്തുകയും 1970 ജാനുവരി 1 സമഗ്രമായ കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുകയും ചെയ്തു. 70 ഇത്രയും നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ. ഇത് നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ ഇടയിൽ പഠിക്കും. അപ്പോഴാരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ഇത്രയൊരു കാര്യം പറയാം. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത്, ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ലാൻഡ് റിഫോം ലോ എന്ന് പറയുന്നത് കേരള അഗ്രേറിയൻ റിലേഷൻ ആക്റ്റാണ്. കേരള കാർഷിക ബന്ധ ബില്ല് ഓർമ്മിച്ചോളൂ. ഹവർ ദി കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1993, ഞാൻ നേരത്തെ പറഞ്ഞു ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 1963 കൺസിഡേർഡ് ദി ആക്ച്വൽ കോംപ്രിഹെൻസീവ് ലോ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആണ്. കേരള അഗ്രേറിയൻ ആക്ടിനെ മാറ്റിയിട്ട് കേരള കാർഷിക ബന്ധ നിയമം മാറ്റി കേരള ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞ് 1963 ഒരു നിയമം വന്നു. 64 അത് നടപ്പാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഓൾദോ ദിസ് ലോ വാസ് പാർഷ്യലി ഇംപ്ലിമെൻറ്റഡ് ഓൺ April 1, 2064, ഇറ്റ് വാസ് ഫുള്ളി ഇംപ്ലിമെൻറ്റഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ഫ്രം January 1, 1970 ആസ് പെർ ദി 1990 അമെൻമെൻറ്റ്, 1969 അമെൻമെൻറ്റ്. 1964 ആർ ശങ്കറിൻ്റെ കാലത്ത് വന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തെ സമഗ്രമായൊരു ഭേദഗതി വരുത്തിക്കൊണ്ട് 1969 ഭേദഗതി വരുത്തി അത് 70 ജാനുവരി 1 സി അച്യുതമേനോൻ്റെ കാലത്ത്, സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കേരളത്തിൽ നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ഡേറ്റാണ് നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത്. January 1, 1917 ആണ്. 1970 ജാനുവരി 1 കേരളത്തിൽ സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ 50ാം വാർഷികം നമ്മൾ ആഘോഷിച്ചത് 2020. അതൊക്കെ നമ്മളിനി പഠിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. നോക്കൂ, ലാൻഡ് റിഫോംസ് ആക്ട് ഇൻക്ലൂഡ്സ് 9th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8 ഷെഡ്യൂളുകളേ ഉണ്ടായിരുന്നുള്ളൂ. 9ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലാണ് ലാൻഡ് റിഫോംസ് ഉൾപ്പെടുത്തിയത്. അപ്പം 9th ഷെഡ്യൂൾ
ലാൻഡ് റിഫോംസ് വാസ് ഇൻക്ലൂഡഡ് ഇൻ, അല്ലെങ്കിൽ ലാൻഡ് റിഫോം ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 9th ഷെഡ്യൂൾ. 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് പുതിയ ഷെഡ്യൂളാണ്, നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, 9th ഷെഡ്യൂൾ വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 9th ഷെഡ്യൂൾ ആഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1951. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 9th ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത്. 9th ഷെഡ്യൂളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പറയുന്നത്. ഭൂപരിഷ്കരണ നിയമം 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി, അല്ലെങ്കിൽ 9th ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ ചോദിച്ചാൽ ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1951 ഇൻസേർട്ടഡ് 9th ഷെഡ്യൂൾ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 9th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് ലാൻഡ് റിഫോംസ്. ക്ലിയർ അല്ലേ? അങ്ങനെ ഫസ്റ്റ് അമെൻമെൻറ്റിലൂടെ വളരെ പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 31A ആൻഡ് ആർട്ടിക്കിൾ 31B വെയർ ആഡഡ്. ആർട്ടിക്കിൾ 31 എന്താണെന്ന് നിങ്ങൾക്കറിയാം. പിന്നീട് 44ാം ഭേദഗതിയിലൂടെ ഒഴിവാക്കിയ റൈറ്റ് ടു പ്രോപ്പർട്ടി പറയുന്നതാണ് 31. ഈ അമെൻമെൻ്റൊക്കെ വരുമ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒന്നാം ഭരണഘടനാ ഭേദഗതിയൊക്കെ വരുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. 1978 44ാം ഭേദഗതി വന്നപ്പോഴാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചപ്പോൾ. അപ്പോൾ ഈ അമെൻമെൻ്റൊക്കെ വരുമ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് പഠിക്കാൻ. അതിൻ്റെ ഭാഗമായിട്ട്, ആ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 31A ആർട്ടിക്കിൾ 31Bയും കൂടി ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 31 ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയതിൽ എന്താ പറയുന്നതെന്നറിയോ? ആർട്ടിക്കിൾ 31A പറയുന്നത് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനുള്ള അവകാശം പറയുന്നതാണ്. മനസ്സിലാകുന്നല്ലോ? ഭൂപരിഷ്കരണം അതാണല്ലോ. സർക്കാരിന് വേണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കാം. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, അല്ലെങ്കിൽ അങ്ങനെ ഈ നിയമപ്രകാരം സർക്കാർ ഭൂമി ഏറ്റെടുത്താൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് 31B പറയുന്നത്. നോൺ ജസ്റ്റിസിബിളാണ്. സർക്കാർ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നോൺ ജസ്റ്റിസിബിൾ ആണെന്ന് ആർട്ടിക്കിൾ 31B പറയുന്നുണ്ട്. ഇങ്ങനെ 2 വകുപ്പുകൾ ഉൾപ്പെടുത്തി. നോക്കൂ, ഞാൻ പറഞ്ഞു 70ലാണ് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ പാസ്സാക്കപ്പെട്ടത്, നടപ്പിലാക്കിയെന്ന് പറയുന്നു. 70 ജാനുവരി 1. അപ്പോൾ അതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് ഏത് വർഷമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. നേരത്തെയും ചോദിച്ചിട്ടുണ്ട്, 2020. 70 മുതൽ 2020 ആകുമ്പോൾ 50 വർഷമായില്ലേ? സുവർണ ജൂബിലി എന്ന് പറയാം. ഭൂപരിഷ്കരണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 2020 എന്ന് പറയണം. 15th anniversary of land reforms was observed under the leadership of Chief Minister പിണറായി വിജയൻ. ഞാനിപ്പോൾ പറഞ്ഞു, പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2020 ആയപ്പോൾ നമ്മൾ 50ാം വാർഷികം ആഘോഷിച്ചു. 70 നടപ്പാക്കിയ ഭൂപരിഷ്കരണത്തിൻ്റെ. അത് കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയ ഘട്ടം നമ്മളിനി കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ വിശദമായി തന്നെ പറയും. ഞാൻ ഒരു 1-2 പോയിന്റുകളെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സമഗ്രമായി നമുക്ക് 57 മുതലുള്ള ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. ശരി, നമുക്കിനി ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. ഈ ഭൂപരിഷ്കരണത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയത്? നോക്കൂ, പ്രൊവൈഡിങ് ഫിക്സിങ് ഓഫ് ടെന്യുവർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉള്ള അവകാശം ഫിക്സ് ചെയ്ത് കൊടുക്കുക. കർഷകർക്ക് ഭൂമിയിലുള്ള അവകാശം ഫിക്സ് ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡിങ് ഫിക്സിങ് ഓഫ് കുടികിടപ്പ് ഹോംസ്റ്റഡ് റൈറ്റ്സ്, അതായത് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് അവിടെ കുടികിടപ്പ് അവകാശം കൊടുക്കുക, അവിടെ താമസിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പം ഭൂമിയിൽ മേലുള്ള അവരുടെ അവകാശം നൽകുക
കൃഷി ചെയ്യാനുള്ള അവകാശം നൽകുക, അവിടെ കുടികിടപ്പ് അവകാശം നൽകുക. നോക്കൂ, ഡിറ്റർമിനേഷൻ ഓഫ് ലാൻഡ് സീലിംഗ്, ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക. ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാലാണ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് സർപ്ലസ് ലാൻഡ്. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക. ബാക്കി വരുന്ന ഭൂമി, അതിലധികം കൈവശം വച്ചിരിക്കുന്നുവെങ്കിൽ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കുക, അത് ഭൂരഹിതർക്ക് വിതരണം ചെയ്തു കൊടുക്കുക. ഭൂപരിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് ഞാൻ പറയുന്നത്. ഭൂമിയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അവിടെ ആ ടെന്യൂർ ഫിക്സ് ചെയ്ത് കൊടുക്കുക, അവിടെ പണിയെടുക്കാനുള്ള അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യാനുള്ള അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക, അവിടെ കുടികിടപ്പിന് അവകാശം കൊടുക്കുക, ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് സർപ്ലസ് ലാൻഡ്, അധിക ഭൂമി സർക്കാർ ഏറ്റെടുത്ത് സെറ്റിൽ ചെയ്യുക, അത് വിതരണം ചെയ്യുക, ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക. പ്രിവെൻറ്റിംഗ് ഫ്യൂച്ചർ കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ്, പ്രിവെൻറ്റിംഗ് ഫ്യൂച്ചർ കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ്, ഭൂമിയുടെ കൈയടക്കി വയ്ക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. അതിൽ ലാൻഡിൻ്റെ കോൺസെൻട്രേഷൻ, ഭാവിയിൽ ഇങ്ങനെ ഭൂമി വാങ്ങിക്കൂട്ടി ചില ആൾക്കാർ സമ്പന്നന്മാർ ഭൂമി വാങ്ങിക്കൂട്ടുന്നത് തടയുക. അതിനാണല്ലോ സീലിംഗ്, ലാൻഡ് സീലിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. തീർന്നില്ല. പ്രൊഹിബിറ്റഡ് ദി ക്രിയേഷൻ ഓഫ് ന്യൂ ടെനൻസീസ്, പുതിയ കുടിയായ്മകൾ നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്, അതായത് പുതിയ ഈ ജമ്മി കുടിയാൻ സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്തലാക്കുക. അതായത് കുടിയാന്മാർ അങ്ങനെ പ്രത്യേകിച്ച് സൃഷ്ടിക്കേണ്ട, അവർക്ക് ലാൻഡിൻ്റെ അവകാശം നൽകുക, അല്ലാതെ പുതിയ കുടിയാന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുക. അതായത് പ്രൊഹിബിറ്റഡ് ക്രിയേഷൻ ഓഫ് ന്യൂ ടെനൻസീസ്. നോക്കൂ, ഗ്രാൻഡഡ് the tenant and power to purchase land in their possession from the land owner. നോക്കൂ, granted the tenant the power to purchase land. ഈ കുടിയാന്മാർക്ക് ഭൂമി വാങ്ങാനും അത് കൈവശം വയ്ക്കാനും അവസരം നൽകുക. ഭൂപരിഷ്കരണത്തിൻ്റെ വലിയ ഉദ്ദേശങ്ങളാണ്. അതായത് ഭൂമി വാങ്ങാനും അത് കൈവശം വയ്ക്കാനും, ലാൻഡ് ഓണറിൽ നിന്ന് ഭൂമി വാങ്ങി കൈവശം വെച്ച് ഉപയോഗിക്കാൻ കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് അവസരം നൽകുക. അപ്പോൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. ഭൂമിമേലുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കുക, കുടികിടപ്പ് അവകാശം നൽകുക, ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, മിച്ച ഭൂമി ഏറ്റെടുക്കുക, ഭൂമി കുമിഞ്ഞുകൂടുന്നത് ആരെങ്കിലും ഭൂമിയുടെ ഒരു കോൺസെൻട്രേഷൻ തടയുക, അതുപോലെ തന്നെ പുതിയ കുടിയായ്മ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. ഗ്രാൻഡഡ് ദി ടെനൻറ്റ് പവർ ടു പർച്ചേസ് ലാൻഡ്, ഈ കുടിയാന്മാർക്ക് ഭൂമി വാങ്ങാനും കൈവശം വയ്ക്കാനും അവസരം നൽകുക. ഇതൊക്കെ ഈ ഭൂപരിഷ്കരണത്തിൻ്റെ ഉദ്ദേശങ്ങളാണ്. പഠിക്കണം. ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്. നോക്കൂ, the Land Reforms Review Board came into existence as a part of 1972 amendment to the Land Reforms Act. 70-ൽ വന്ന ഭൂപരിഷ്കരണത്തിന് 72-ൽ ഒരു അമെൻമെൻറ്റ് ഉണ്ടായി. ആ അമെൻമെൻറ്റ് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ദി ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്. നോക്കൂ, 1972 ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്. ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി റവന്യൂ മിനിസ്റ്റർ ആസ് ചെയർപേഴ്സൺ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഹു ഈസ് ദി ചെയർമാൻ ഓഫ് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്? ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്, ഭൂപരിഷ്കരണ ബോർഡ്, അല്ലെങ്കിൽ റിവ്യൂ ബോർഡ്, ഭൂപരിഷ്കരണം റിവ്യൂ ചെയ്യുന്നതിനുള്ള ബോർഡ്. ആ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അടുത്ത് നോക്കുക, ദി സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് മെമ്പർ ആസ് ദി കൺവീനർ. സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് മെമ്പറായിരിക്കും അതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത്. ആൻഡ് 5 അൺഒഫീഷ്യോ മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്യുന്ന അനൗദ്യോഗികമായിട്ടുള്ള 5 അംഗങ്ങളും കൂടി അതിനകത്തുണ്ടാകും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ റവന്യൂ മിനിസ്റ്റർ അതിൻ്റെ എന്താ പറയുന്നത് ചെയർപേഴ്സണായിട്ട്
വരുന്നുണ്ട്. ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്, അതൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് ഏത് ആക്ട് പ്രകാരം നിലവിൽ വന്നു? 1972 ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം നിലവിൽ വന്നു. ഈ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ ആരായിരിക്കും? അത് റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും. അതിൻ്റെ കൺവീനർ ആരായിരിക്കും? സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് മെമ്പർ ആയിരിക്കും. ഇനി ഇവർ കൂടാതെ 5 അൺഒഫീഷ്യൽ മെമ്പേഴ്സ് കൂടി ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യും ഈ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിൽ. ബോർഡ് ഫോംഡ് ഫോർ 2 years term. ദി ബോർഡ് ഫോംഡ് ഫോർ 2 years. ഈ ബോർഡിൻ്റെ കാലാവധി എത്ര എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. മസ്റ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി 6 months. ഈ ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് ഓരോ 6 മാസത്തിൽ ഒരിക്കൽ മീറ്റിംഗ് കൂടിയിരിക്കണം. 6 മാസത്തിൽ ഒരിക്കൽ ഒരു മീറ്റിംഗ് എങ്കിലും കൂടിയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. പഠിക്കണം. ഇനി ഈ ലാൻഡ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മനസ്സിലാകുന്നുണ്ട്? ലാൻഡ് റിഫോംസ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? സൂപ്പർവൈസ് ദി അസസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് ആസ് പെർ ദി ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസ് പ്രകാരം, ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം, ഭൂപരിഷ്കരണ നിയമപ്രകാരം ഈ എക്സസ് ലാൻഡ്, സർപ്ലസ് ലാൻഡ് ഏറ്റെടുത്ത് അത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഭൂരഹിതർക്ക്, അർഹതപ്പെട്ട ആൾക്കാർക്ക്. അതിൻ്റെ സൂപ്പർവിഷൻ, അത് വിതരണം ചെയ്യുന്നത് ശരിയാണോ, അസസ്മെൻറ്റ് കറക്റ്റാണോ, ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റാണോ, ഇതൊക്കെ പരിശോധിക്കുക ഈ ബോർഡിൻ്റെ ഉദ്ദേശമാണ്. എക്സാമിൻ ഡിസ്പ്യൂട്ട് ആൻഡ് അപ്പീൽസ് റിലേറ്റഡ് ടു ലാൻഡ് പൊസഷൻ. ഈ ലാൻഡ് കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണുക, ആ തർക്കങ്ങൾ പരിശോധിക്കുന്നതും ഈ ബോർഡിൻ്റെ ജോലിയാണ്. പ്രൊവൈഡ്സ് സജഷൻ ടു ദി ഗവൺമെൻറ് ടു സ്പീഡ് അപ്പ് ലാൻഡ് റിഫോംസ് മെഷേഴ്സ് ആൻഡ് റിസോൾവ് ലൂപ്പ് ഹോൾസ് ഇൻ ദി ലോ. അതായത് ഈ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് വേഗത കൂട്ടുക, സ്പീഡപ്പ് ലാൻഡ് റിഫോംസ് നടപ്പാക്കുന്നതിന് സർക്കാർ വേഗത കൂട്ടുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുക. അതുപോലെ തന്നെ ഈ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് ഒന്ന് പരിശോധിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നിയമത്തിൽ എന്തെങ്കിലും പഴുതുകളുണ്ടോ, ഈ നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. ഇതൊക്കെയാണ് ഈ ലാൻഡ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട, ഈ റിവ്യൂ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇതൊക്കെയാണ്. ഇനി നോക്കൂ, ലാൻഡ് സീലിംഗ് റൈറ്റ്സ്, അതുകൂടെ നിങ്ങൾ പഠിക്കണം. അതായത് ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒരാൾക്ക് എത്ര ഭൂമി കൈവശം വയ്ക്കാം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അണ്ടർ സെക്ഷൻ 82 and 83 of Kerala Land Reforms Act, a limit has been fixed for the land one can possess. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി ഈ കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 82ഉം 83ഉം വകുപ്പുകളിൽ വ്യക്തമാക്കുന്നു. ശ്രദ്ധിച്ച് പഠിക്കണം. കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ 82, 83 വകുപ്പുകളിൽ വ്യക്തമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്, ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി. അപ്പം ഭൂമിക്ക് പരിധി നിശ്ചയിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരം? 82, 83 സെക്ഷൻ പ്രകാരം. ദാ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. കാറ്റഗറി: അൺമാരീഡ് അഡൽട്ട് സിംഗിൾ പേഴ്സൺ, അവിവാഹിതനായ ഒരു വ്യക്തി, സിംഗിൾ പേഴ്സൺ ആണ്. പ്രായപൂർത്തിയായ അവിവാഹിതനായ ഒരു വ്യക്തിക്ക്, അവിവാഹിതനായ ഒരു വ്യക്തിക്ക് സ്റ്റാൻഡേർഡ് ഏക്കർ 5 ഏക്കർ കൈവശം വയ്ക്കാം. പക്ഷെ അത് സ്റ്റാൻഡേർഡ് റേറ്റിലാണ് പറയുന്നത്. 5 ഏക്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓർഡിനറി അളവെന്ന് പറയുന്നത് 6 മുതൽ 7.5 ഏക്കർ വരെ കൈവശം വയ്ക്കാം. ഈ 6 മുതൽ 7.5 ഏക്കർ വരെ ഓർഡിനറി ഏക്കറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഏക്കറായി 5 ഏക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അവിവാഹിതനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 6 മുതൽ 7.5 വരെ ഓർഡിനറി ഏക്കർ, അതായത് അതിനാണ് ഫിക്സ് ചെയ്ത് പറയുന്നത് 5 ഏക്കർ. 5 ഏക്കർ എന്ന് സാധാരണ സ്റ്റാൻഡേർഡ് റേറ്റിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓർഡിനറി 6 മുതൽ 7.5 ഏക്കർ വരെ കൈവശം വയ്ക്കാം. ഇനി നോക്കൂ, ഫാമിലി വിത്ത് 2 to 5 മെമ്പേഴ്സ്, 2 മുതൽ 5 വരെയുള്ള ഒരു കുടുംബത്തിന് 10 ഏക്കർ സ്റ്റാൻഡേർഡ് റേറ്റ് പറഞ്ഞാൽ 10 ഏക്കർ കൈവശം വയ്ക്കാം. അത് ശരിക്കുള്ള ഓർഡിനറി ഏക്കറായിട്ട് പറയുമ്പോൾ 12 മുതൽ 15 വരെ ഏക്കർ കൈവശം വയ്ക്കാം. അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറഞ്ഞാൽ 10 ഏക്കർ. അത്
ഒന്ന് പഠിച്ചു വെച്ചോളുക. ശരിക്കും നിങ്ങൾ ഇതങ്ങ് പറഞ്ഞാൽ മതി. 5 ഒരു സിംഗിൾ അൺമാരീഡ് പേഴ്സണ് ശരിക്കും 5 ഏക്കർ. അല്ലാതെ നോക്കൂ, 2 to 5 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിക്ക്, 2 മുതൽ 5 വരെ അംഗമുള്ള ഒരു ഫാമിലിക്ക് സ്റ്റാൻഡേർഡായിട്ട് 10 ഏക്കർ കൈവശം വയ്ക്കാം. അത് കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല. 10 ഏക്കർ എന്ന് പറയുമ്പം അളക്കുമ്പം നമ്മൾ ഓർഡിനറി ഏക്കറിൽ പറഞ്ഞാൽ 12 മുതൽ 15 ഏക്കർ വരെ കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട്. ഇനി സ്ഥാപനങ്ങൾ, ഫാമിലി വിത്ത് മോർ ദാൻ 5 മെമ്പർ, ഇത് 2 മുതൽ 5 വരെ അംഗങ്ങളുള്ള കുടുംബമാണ്. ഇനി നോക്കൂ, ഫാമിലി വിത്ത് മോർ ദാൻ 5 മെമ്പേഴ്സ്, 5 അംഗങ്ങളിൽ കൂടുതലുള്ള കുടുംബത്തിനാണെങ്കിൽ അവർക്ക് എന്താണ്, 10 ഏക്കറും ഒരു വ്യക്തിക്ക് 1 ഏക്കർ വീതവും, 1 per അഡീഷണൽ പേഴ്സൺ. നോക്കൂ, മനസ്സിലായോ പറഞ്ഞത്? ഒരു ഫാമിലി മോർ ദാൻ 5 മെമ്പേഴ്സ്, ഫാമിലി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 മുതൽ 5 വരെയുള്ള അംഗങ്ങളുള്ള ഫാമിലി ആണെങ്കിൽ 10 ഏക്കർ. എന്നാൽ 5-ന് മുകളിലുള്ള ആണെങ്കിൽ 10 ഏക്കറും പിന്നെ 5-ന് മുകളിൽ ഓരോ അംഗങ്ങൾ വരുമ്പോൾ അവർക്ക് 1 ഏക്കർ കൂടി എന്നുള്ള നിലയിൽ കൈവശം വയ്ക്കാം. അപ്പം മിനിമം 12 ഏക്കർ, മാക്സിമം 20 ഏക്കർ. അതാണ് ഓർഡിനറി ഏക്കർ കണക്കിൽ പറഞ്ഞാൽ. ഇവിടെ 10 മുതൽ ശരിക്ക് 10 ഏക്കർ പ്ലസ് ഓരോ അംഗത്തിന് ഓരോ ഏക്കർ വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? അഡീഷണലായിട്ട് വരും. ഇനി നോക്കൂ, മിനിമം 12 ഏക്കർ, നമ്മുടെ ഓർഡിനറി റേറ്റ് പറഞ്ഞാൽ 12 ഏക്കർ, മാക്സിമം 20 ഏക്കർ. നോക്കൂ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കമ്പനീസ്, സ്ഥാപനങ്ങൾക്കാണെങ്കിലും ഇതുപോലെ 10 ഏക്കറാണ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. 10 ഏക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 12 മുതൽ 15 വരെയുള്ള ഓർഡിനറി ഏക്കർ. ഇത് ഒരു കണക്ക് വെച്ചോളാം. ഈ സ്റ്റാൻഡേർഡ് റേറ്റിലാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ സിംഗിൾ പേഴ്സണ് 5 ഏക്കർ, പിന്നെ ഫാമിലി 5 വരെ അംഗങ്ങളുള്ള 2 മുതൽ 5 അംഗങ്ങൾ വരെയുള്ളത് 10 ഏക്കർ, 2 മുതൽ 5 വരെയുള്ള ഫാമിലി വിത്ത് മോർ ദാൻ 5, 5 കഴിഞ്ഞ് വരികയാണെങ്കിൽ അംഗങ്ങളുണ്ടെങ്കിൽ 10 ഏക്കറും പിന്നെ 5 കഴിഞ്ഞ് വരുന്ന ഓരോ അംഗത്തിന് ഓരോ ഏക്കർ കൂടെ കൈവശം വയ്ക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ മിനിമം 12, മാക്സിമം 20, 20-ലപ്പുറം ആകരുത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനമാണെങ്കിൽ 10 ഏക്കർ. 10 ഏക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി റേറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 12 മുതൽ 15 വരെ. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു ഇതിൻ്റെ നോക്കൂ, ഈ പറയുന്ന ആ സീലിംഗ് ഉണ്ടല്ലോ, അതിൽ കൂടുതൽ കൈവശം വരികയാണെങ്കിൽ, പിന്നീട് എപ്പോഴെങ്കിലും അളവ് കൂടുകയാണെങ്കിൽ, നോക്കൂ, ഈഫ് ലാൻഡ് എക്സീഡ് ദി ലിമിറ്റ്, ദി സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ഫയൽഡ് ബിഫോർ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് വിത്തിൻ 3 months. ഈ അളവിൽ എന്തെങ്കിലും കൂടുതൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 3 മാസത്തിനുള്ളിൽ ഈ വിവരം ലാൻഡ് ബോർഡിനെ അറിയിച്ചിരിക്കണം, നിർബന്ധമായി അറിയിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അത് റീസണബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലാൻഡ് ബോർഡ് പരിശോധിക്കും. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ, 3 മാസത്തിനകം ഇങ്ങനെ ഈ കൂടുതൽ ഭൂമി കൈവശം വച്ചിരിക്കുന്ന വിവരം പറഞ്ഞില്ലെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് മിച്ച ഭൂമിയായിട്ട് സർക്കാർ ഏറ്റെടുക്കും. ഇനി എൻ്റെ നോക്കൂ, നമ്മുടെ റീജിയണൽ ഹിസ്റ്ററിയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു ഭൂപരിഷ്കരണ നിയമം നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു ട്രാവൻകൂർ, കൊച്ചി, മലബാർ അല്ലേ, അങ്ങനെയുള്ള 3 മേഖലകളിലും പ്രവശ്യകളിലും വളരെ നേരത്തെ തന്നെ ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ ലാൻഡ് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കണേ, ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫൗണ്ടേഷൻ ഓഫ് ട്രാവൻകൂർ വാസ് ബേസ്ഡ് ഓൺ ലാൻഡ്. തിരുവിതാംകൂറിൻ്റെ സാമൂഹ്യ സാമ്പത്തിക നിലനിൽപ്പ് തന്നെ ലാൻഡ് ബേസ്ഡ് ആണ്. സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ തന്നെ ലാൻഡ് ബേസ്ഡ് ആണ് എന്നുള്ളത് സത്യമാണ്. നോക്കൂ, പ്രൈമർലി ദി ജമ്മി അഥവാ ലാൻഡ് ലോഡ് സിസ്റ്റം എക്സിസ്റ്റഡ് ദയർ. നമുക്കറിയാം തിരുവിതാംകൂറിൽ ജമ്മിത്ത സമ്പ്രദായം വളരെ മുമ്പ് തന്നെ നിലനിന്നിരുന്നു. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആൻഡ് റവന്യൂ ലാൻഡ് വാസ് മെയിൻലി ഡിവൈഡഡ് ഇൻ 2 categories. ശ്രദ്ധിക്കണേ, അതായത് തിരുവിതാംകൂർ എന്ന് പറയുന്നതിൻ്റെ ശരിക്ക് പിന്നെ അതിൻ്റെ സാമ്പത്തിക നിലവാരം തന്നെ ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്.
ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ സാമ്പത്തിക സാമൂഹ്യ ഘടന തന്നെ നിശ്ചയിക്കുന്നത്. നോക്കൂ, അവിടെ ജന്മി സമ്പ്രദായം നിലനിന്നിരുന്നു. ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സൗകര്യത്തിന് വേണ്ടി ഭൂമിയെ 2 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? ഒന്ന് പണ്ടാരവക ലാൻഡ്, രണ്ടാമത്തത് ജന്മം ലാൻഡ്. പണ്ടാരവക ലാൻഡ് എന്നും ജന്മം ലാൻഡ് അഥവാ ജന്മിമാർ കൈവശം വെച്ചിരിക്കുന്ന ലാൻഡ് എന്നും 2 രീതിയിൽ ഭൂമി വളരെ നേരത്തെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പണ്ടാരവക ലാൻഡ് എന്ന് പറഞ്ഞാൽ? ഈ പണ്ടാരവക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വക, അത്രയേ ഉള്ളൂ അർത്ഥം. പണ്ടാരവക ഗവൺമെൻറ് വക ലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് കിങ്. അന്ന് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവ്. അപ്പോൾ രാജാവിൻ്റെ വക ലാൻഡ്, രാജാവിൻ്റെ അധീനതയിലുള്ള കൺട്രോളിലുള്ള ലാൻഡിൻ്റെ ഓണർഷിപ്പിലുള്ള ലാൻഡിനാണ് പണ്ടാരവക ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ്? ഇൻകം ഫ്രം ദിസ് വാസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് ദി നീഡ് ഓഫ് ദി കൺട്രി. പണ്ടാരവക ലാൻഡിൽ നിന്ന് കിട്ടുന്ന നികുതി രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഒക്കെ വിനിയോഗിക്കുമായിരുന്നു. അപ്പോൾ നോക്കൂ, പണ്ടാരവക ലാൻഡ്, ആ പണ്ടാരവക ലാൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ടാക്സ്, അവിടുന്ന് കിട്ടുന്ന നികുതി എല്ലാം രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ്, ആ രാജാവിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും രാജ്യത്തിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുമാണ് ആ തുക വിനിയോഗിച്ചിരുന്നത്. ഇത് പണ്ടാരവക ലാൻഡിൻ്റെ കാര്യം. ഇനി ജന്മം ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് പരമ്പരാഗതമായിട്ട് ജന്മിമാർ കൈവശം വച്ചിരിക്കുന്ന ഭൂമി. ജന്മിമാരെന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡ് ബൈ ജമ്മീസ്, ലാൻഡ് ഓൺഡ് ബൈ ജമ്മീസ്, അതായത് ലാൻഡ് ലോഡ്സ്. അക്കാലത്തുള്ള വരേണ്യവർഗങ്ങളാണ്. രാജാവിൻ്റെ ലോയൽറ്റീസ് എന്നൊക്കെ പറഞ്ഞ രാജാവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ബ്രാഹ്മിൻസ്, നായർ ലോഡ്സ് ആൻഡ് ടെമ്പിൾ ഹെൽഡ് അതോറിറ്റീസ് ഓവർ സച്ച് ലാൻഡ്. ആ ഭൂമിയിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ലാൻഡ് ബ്രാഹ്മണന്മാരുടെ കീഴിലുള്ളത്, നായർ ലോഡുകൾ അവരുടെ കീഴിലുള്ളത്, ഇതെല്ലാം ജമ്മിമാർ. കാരണം ജമ്മിമാർ, ഒരു ജമ്മിത്ത സമ്പ്രദായം അന്നുണ്ടായിരുന്നു. ജമ്മിത്ത സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ജമ്മിമാരെപ്പോഴും രാജാവിനോട് അടുത്ത് നിൽക്കുന്ന, രാജാവിൻ്റെ ലോയൽറ്റീസ്, രാജാവിനോട് കൂറു പുലർത്തിയിരുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ജന്മിമാരായി പ്രവർത്തിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ 2 തരത്തിലുള്ള ലാൻഡുണ്ട്, പണ്ടാരവക ലാൻഡും ജന്മിമാരുടെ നേതൃത്വമുള്ള ലാൻഡും. ഇനി നോക്കൂ, റീസൺ ഫോർ ദി കിങ് ഹോൾഡിംഗ് ലാൻഡ്. എന്തിനാണ് രാജാവ് ഈ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ദി കിങ് നീഡഡ് ഹിസ് ഓൺ ലാൻഡ് പണ്ടാരവക ടു മെയിൻറ്റെയിൻ ഹിസ് റൂളിംഗ് അതോറിറ്റി ആൻഡ് ടു മൂവ് കൺട്രി ഫോർവേഡ്. നമുക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാജാവ് ഭൂമിയുടെ ഉടമയായിരിക്കണം, അവിടുന്ന് കിട്ടുന്ന വരുമാനത്തിന് അർഹനായിരിക്കണം. ദി മെയിൻ റീസൺ വാസ്, അങ്ങനെ ഈ രാജാക്കന്മാർ ഭൂമി കൈവശം വയ്ക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു? ഒന്ന് റോയൽ എക്സ്പെൻസസ്. നോക്കൂ, രാജകീയമായിട്ടുള്ള ചെലവുകൾ വഹിക്കാൻ പണം വേണ്ടേ? അപ്പോൾ ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം റോയൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണമായിരുന്നു. ഇനി റവന്യൂ കളക്ഷൻ, ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദി കൺട്രി. ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗമെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ടാക്സാണ്. അഗ്രികൾച്ചർ, കാർഷിക നികുതിയാണ് ശരിക്ക് രാജ്യത്തിൻ്റെ വരുമാനമെന്ന് പറയുന്നത്. അപ്പോൾ രാജാവ് ഹോൾഡ് ചെയ്യും ആ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നോക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ബൈ കൺട്രോളിങ് ലാൻഡ് ഡയറക്ട്ലി ഇറ്റ് വാസ് പോസിബിൾ ടു മെയിൻറ്റെയിൻ പ്രിസൈസ് അതോറിറ്റീസ് ഓവർ ദി പീപ്പിൾ ആൻഡ് ഒഫീഷ്യൽസ്. നോക്കൂ, അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളുടെ മേൽ വ്യക്തമായ അധികാരം സ്ഥാപിക്കണമെങ്കിൽ രാജാവ് ലാൻഡ് ലോഡായിരിക്കണം. രാജാവിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാജാവ് ഭൂമിയുടെ അധിപനായിരിക്കണം. എന്നാലേ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ടാവുകയുള്ളൂ. ഈ ഭൂമിയുടെയൊക്കെ ഓണർ ആരാണ്? അത് രാജാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് രാജാവിനോട് ഒരു വിധേയത്വം ഉണ്ടാകും, രാജാവിന് ജനങ്ങളുടെ മേലൊരു അതോറിറ്റി ഉണ്ടാകും, രാജാവിൻ്റെ ആജ്ഞകൾ അനുസരിക്കാനുള്ള മറ്റ് ഒഫീഷ്യൽസ് അവരുമെല്ലാം രാജാവിനോട്
കൂറ് പുലർത്തി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന് വേണ്ടിയിട്ടും രാജാവ് എന്താണ് ലാൻഡ് ഹോൾഡറായി മാറി. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലായോ? റോയൽ എക്സ്പെൻസ്, രാജകീയമായിട്ടുള്ള ചിലവുകൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ രാജാവിൻ്റെ വ്യക്തമായ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ രാജാവ് ലാൻഡ് ഹോൾഡ് ചെയ്തിരുന്നു. അതാണ് പണ്ടാരവക ലാൻഡിനെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കൂ, റൈസ് ഓഫ് ജമ്മി സിസ്റ്റം. ഇറ്റ് വാസ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ കിങ് ടു റൂൾ ഓൾ ലാൻഡ് ഡയറക്റ്റ്ലി. ശരിക്ക് രാജാവിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ലാൻഡിൻ്റെയും അവകാശി രാജാവ് തന്നെയാണ്. പക്ഷേ എല്ലാം കൺട്രോൾ ചെയ്യാനോ ആ ലാൻഡിൽ വളരെ കൃത്യമായി കൃഷി ചെയ്യാനോ കൃഷി ചെയ്യിപ്പിക്കാനോ രാജാവിന് കഴിയില്ലായിരുന്നു. കാരണം അത്രമാത്രം വാസ്റ്റായിട്ട് ലാൻഡ് കിടക്കുകയാണ്. അപ്പോൾ അത് പ്രാക്ടിക്കലല്ല, രാജാവിന് എല്ലാ ഭൂമിയും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇൻ സർട്ടൺ സർക്കംസ്റ്റാൻസസ് ലാൻഡ് ഹാഡ് ടു ബി ഗിവൺ ടു അതേഴ്സ്. രാജാവ് എന്ത് ചെയ്തു, ലാൻഡ് മറ്റു പലർക്കും വീതിച്ച് നൽകി. ആർക്കൊക്കെയാണെന്ന് പറയാം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. വാസ്റ്റ് ഏരിയ ഓഫ് ലാൻഡ് വെയർ ഇൻട്രസ്റ്റ് ടു ലോക്കൽ ലോഡ്സ് ടു ഫാം എഫിഷ്യൻ്റ്ലി ആൻഡ് കളക്ട് ടാക്സസ്. രാജാവ് എന്ത് ചെയ്തു, ഭരണ സൗകര്യത്തിന് വേണ്ടി ലാൻഡ് ചില ആൾക്കാർക്ക് വീതിച്ച് നൽകുകയും അവരിലൂടെ ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ലാൻഡ് ഗീവൺ ആസ് റിവാർഡ്. മാത്രമല്ല, ഈ ലാൻഡ് വാസ് ഗീവൺ ഇൻസ്റ്റഡ് ഓഫ് സാലറി ടു ലോയൽറ്റീസ്. രാജാവിനോട് കൂറു പുലർത്തി നിൽക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ആ ശമ്പളം കൊടുക്കുന്നതിന് പകരം അവർക്ക് ലാൻഡ് കൊടുത്തു. അവിടെ നിന്നുള്ള ടാക്സുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തു. ആർക്കൊക്കെയാണ് നമുക്കറിയാം, നോബിൾസ്, ബ്രാഹ്മിൻസ്, നായേഴ്സ് ആൻഡ് വാരിയേഴ്സ് ഹൂ റെൻഡേർഡ് സർവീസസ് ടു ദി കൺട്രി. അതായത് നമ്മുടെ വരേണ്യവർഗം, ബ്രാഹ്മിൻസ്, നായർ, വാര്യന്മാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് രാജാവ് ഭൂമി പകുത്തു നൽകി അവരെ കൊണ്ട് മറ്റ് കർഷകരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ അവസരം കൊടുത്തു. നോക്കൂ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. ഓണർഷിപ്പ് റൈറ്റ്സ് വെയർ ഗിവൺ ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ടു എൻകറേജ് മേക്കിംഗ് മോർ ലാൻഡ് കൾട്ടിവബിൾ. നോക്കൂ, എന്തിനാണ് ഈ ഓണർഷിപ്പ് റൈറ്റ്, ലാൻഡിൻ്റെ ഓണർഷിപ്പ് റൈറ്റ് ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തത്? ടു എൻകറേജ് മേക്കിംഗ് മോർ ലാൻഡ് കൾട്ടിവബിൾ. ഭൂമി കൂടുതൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ ലാൻഡ് വീതിച്ച് നൽകി. ജമ്മി സിസ്റ്റം വരുന്നത് അങ്ങനെയാണ് കേട്ടോ. ദി ലാൻഡ് സിസ്റ്റം ഇൻ ട്രാവൻകൂർ കൺസിസ്റ്റഡ് ഓഫ് പണ്ടാരവക ലാൻഡ് അണ്ടർ ദി കിങ്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞത്. ഗവൺമെൻറ് ഭൂമി രാജാവിൻ്റെ കീഴിലുള്ളത്. ഡയറക്റ്റ് അതോറിറ്റി, അത് കിങ്സിൻ്റെ ഡയറക്റ്റ് അതോറിറ്റിയാണ്, കിങ്ങിൻ്റെ. നോക്കൂ, ഇത് ജന്മം ലാൻഡ് ഹെൽഡ് ബൈ ലോഡ് ആൻഡ് ജമ്മീസ്. അപ്പോൾ രണ്ട് തരം ഭൂമിയായി മാറി. ഗവൺമെൻറ് വക, രാജാവിൻ്റെ വക, ഇനി മറ്റ് ജമ്മിമാർക്ക് നൽകിയ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് കൈകാര്യം ചെയ്യുന്ന ഭൂമി. അങ്ങനെ രണ്ട് തരം കാറ്റഗറി ഭൂമി ഉണ്ടായി. ഇനി നോക്കൂ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഞാൻ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ഒരു പ്രൊക്ലമേഷൻ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കും. പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ, പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ, പണ്ടാരപ്പാട്ട വിളംബരം. കൊച്ചു ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആ വർഷം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ഹാർട്ടാണെന്ന് എനിക്കറിയാം. 1865 ഈ വർഷം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ വർഷം 1865. ആരാണ് പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത്? പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനു മുമ്പ് ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിന് അറിയപ്പെടുന്നൊരു പേരുണ്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ദി പെസൻസ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമം ഏത്? വിച്ച് proclamation is also known as Magna Carta of Peasants of Travancore. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏത്? പണ്ടാരപ്പാട്ടം വിളംബരം. പണ്ടാരപ്പാട്ട് ശ്രദ്ധിക്കണം.
തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം. വേറൊരു വിളംബരമുണ്ട്, തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം. അത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനാണ് 1936. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. എന്നാൽ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം പണ്ടാരപ്പാട്ടം വിളംബരം. മറക്കരുത്. ഇറ്റ് വാസ് ഇഷ്യൂഡ് ഡ്യൂറിങ് ദി റൈൻ ഓഫ് മഹാരാജ ആയില്യം തിരുനാൾ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ രാജാവ്? ആരാണ്? ആയില്യം തിരുനാൾ. ഏത് വർഷം? 1865. ഈ പ്രൊക്ലമേഷനെ വിളിക്കുന്ന പേരെന്ത്? മാഗ്ന കാർട്ട ഓഫ് പിസൻസ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന നിയമം ഏത്, അല്ലെങ്കിൽ വിളംബരം ഏത്? പണ്ടാരപ്പാട്ട വിളംബരം. എന്നാണ് നടത്തിയത്? 1865. ആരാണ് ആ വിളംബരം നടത്തിയത്? ആയില്യം തിരുനാൾ മഹാരാജാവ്. ബേസ്ഡ് ഓൺ ദി സജഷൻ ഓഫ് ദെൻ ദിവാൻ ടി മാധവറാവു. അതുകൂടെ പഠിക്കണം. ഹൂ വാസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പണ്ടാരപ്പാട്ടം വിളംബരം അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ? പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ്റെ ശില്പി, മെയിൻ ശില്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വിളംബരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി എന്ന് പറയുന്നത് അന്നത്തെ ദിവാനായിരുന്ന ടി മാധവറാവു. അപ്പോൾ 1865 പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ. ഇതിനെ വിളിക്കുന്നത് മാഗ്ന കാർട്ട ഓഫ് പീസൻസ് ഓഫ് ട്രാവൻകൂർ. ഇറ്റ് വാസ് ഡൺ ബൈ, അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ വാസ് മെയ്ഡ് ബൈ മഹാരാജ ആയില്യം തിരുനാൾ. ഹു വാസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ? ടി മാധവറാവു. അപ്പോൾ അല്ലെങ്കിൽ ഹൂ ഗാവ് സജക്ഷൻ ടു മേക്ക് പ്രൊക്ലമേഷൻ ഓഫ് പണ്ടാരപ്പാട്ടം എന്ന് പറഞ്ഞാൽ അത് ടി മാധവറാവു ആണ്. അത്രയും കാര്യം. ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പഠിക്കണം. ഇനി എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് നോക്കാം. മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊവിഷൻസ്. ടെനൻസ് ഹൂ ടുക്ക് ഗവൺമെൻറ് ലാൻഡ്. നോക്കൂ, പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരം വക, ഗവൺമെൻറ് വക സ്വത്ത് കർഷകർക്ക് നൽകുന്നു. അതിനെയാണ് പണ്ടാരപ്പാട്ട. ശ്രദ്ധിക്കണം. ടെനൻസ് ഹൂ ടുക്ക് ഗവൺമെൻറ് ലാൻഡ്, പണ്ടാരം വക, ഓൺ ലീസ് ഫോർ കൾട്ടിവേഷൻ വെയർ ഗിവൺ ഫുൾ ഓണർഷിപ്പ് റൈറ്റ്സ് ഓവർ ദി ലാൻഡ്. കർഷകർക്ക് ഉടമാവകാശം നൽകിക്കൊണ്ട് പണ്ടാരം വക സ്വത്ത് അവർക്ക് വിഭജിച്ച് നൽകുന്നു, വീതിച്ച് നൽകുന്നു. അതാണ് പണ്ടാരപ്പാട്ട വിളംബരത്തിൽ. കർഷകർ ഭൂമിയുടെ ഓണർമാരായി മാറി. വളരെ പ്രധാനപ്പെട്ട ഒരു വിളംബരമായിരുന്നു കേട്ടോ. അൻറ്റിൽ ദെൻ ദി ഫാമേഴ്സ് ഡിഡ് നോട്ട് ഹാവ് ദി റൈറ്റ് ടു സെൽ ഓർ മോർഗേജ് ലാൻഡ്. വിത്ത് ദിസ് പ്രൊക്ലമേഷൻ ഫാമേഴ്സ് ഗെയിൻഡ് ദി ലീഗൽ റൈറ്റ് ടു സെൽ ആൻഡ് ട്രാൻസ്ഫർ ലാൻഡ്. കേട്ടോ, അതായത് നേരത്തെയൊക്കെ ഇവർക്ക് ഭൂമി നൽകിയെങ്കിലും ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ആ ഭൂമിയുടെ മേൽ ഒരു അവകാശമില്ലായിരുന്നു. ആ ഭൂമി പണയപ്പെടുത്താനോ വിൽക്കാനോ ഒന്നും അവകാശമില്ലായിരുന്നു. എന്നാൽ കർഷകരെ ഭൂമിയുടെ പൂർണ്ണ ഉടമകളാക്കിക്കൊണ്ടാണ് പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ അവർക്ക് ഭൂമി വിതരണം ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടൊരു വിളംബരമാണെന്നൊക്കെ പറയാൻ കാരണം അതാണ്. മാഗ്ന കാർട്ട ഓഫ് പെസൻസ് ഓഫ് ട്രാവൻകൂർ എന്നൊക്കെ പറയാൻ കാരണം അതാണ്. നോക്കൂ, ദി ടാക്സ് ടു ബി പെയ്ഡ് ബൈ ഫാമേഴ്സ് ടു ദി ഗവൺമെൻറ് വാസ് പ്രെസിസ്ലി ഫിക്സ്ഡ്. അതുപോലെ തന്നെ ഇവർക്ക് ലാൻഡ് കൊടുത്തല്ലോ, ഇനി ആ ലാൻഡിന്മേൽ ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് ഫിക്സ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ പണ്ട് ജമ്മിമാർ തോന്നുന്നത് പോലെ ടാക്സ് പിരിച്ചിരുന്നത് മാറ്റിയിട്ട് ഓരോരുത്തർ കൈവശം വച്ചിരിക്കുന്ന ഭൂമിക്ക് എത്ര ടാക്സ് അടയ്ക്കണമെന്ന് ടാക്സ് ഫിക്സ് ചെയ്ത് കൊടുത്തു. എ ലോ കെയിം ഇൻ ടു എഫക്റ്റ് സ്റ്റാൻഡിങ് ദാറ്റ് ഫാമേഴ്സ് ഷുഡ് നോട്ട് ബി എവിക്റ്റഡ് ഫ്രം ദി ലാൻഡ് as long as they paid the tax correctly. ഭൂമി കർഷകർക്ക് കൊടുത്തു, അവർ നിർബന്ധമായിട്ടും ടാക്സ് അടയ്ക്കണം. അതിപ്പോൾ നമ്മളും അടയ്ക്കുന്നില്ലേ? നിങ്ങളാലോചിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഭൂമിക്ക് ടാക്സ് കൊടുക്കുന്നില്ലേ? അത് ടാക്സ് കൊടുക്കണം. അപ്പോൾ അന്ന് പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ ഓണർമാരാക്കി മാറ്റി ആ അവർക്ക് കൊടുത്ത ഭൂമിക്ക് അവർ ചെറിയൊരു ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് അടയ്ക്കുന്നിടത്തോളം കാലം അവരെ ഭൂമിയിൽ നിന്ന് ഇവക്റ്റ് ചെയ്യാൻ, ഒഴിവാക്കാനോ ഇറക്കി വിടാൻ കഴിയില്ല
എന്ന് നിയമത്തിൽ പറയുന്നു. കാരണം അവർ ഓണർമാരാണ്, അവരുടെ ടാക്സ് അവർ കൃത്യമായിട്ട് അടച്ചിരിക്കണം. അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ ഭൂമിയിൽ നിറക്കി വിടാൻ പറ്റില്ല എന്ന് ഈ നിയമത്തിൽ വ്യവസ്ഥ കൊണ്ടുവന്നു. നോക്കൂ, ഇതിലൂടെ സംഭവിച്ച മാറ്റം എന്താണ്? അഗ്രികൾച്ചർ പ്രോഗ്രസ്. ആസ് ലാൻഡ് ബിക്കെയിം ദെയർ ഓൺ, ഫാമേഴ്സ് വെർ ഏബിൾ ടു എൻഗേജ് ഇൻ കൾട്ടിവേഷൻ വിത്ത് മോർ എന്തൂസിയാസം. നോക്കൂ, കൃഷിഭൂമി കർഷകർക്ക് കിട്ടിയപ്പം കർഷകരുടെ ആ എന്തൂസിയാസം, അവരുടെ ആവേശം കൂടി, കൃഷി ചെയ്യാനുള്ള ആവേശം കൂടി. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുകയാണ് അവർ. സ്വന്തം ഓണർഷിപ്പുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാൻ, കൂടുതൽ എടുക്കാൻ, അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഒക്കെ അവർക്ക് കൂടുതൽ ആവേശം ഉണ്ടായി. ദിസ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഓഫ് ദി കൺട്രി. ഇത് സംഭവിച്ചെന്താണ്? രാജ്യത്ത് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കാരണമായി. പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ടുള്ള ഗുണമാണ്. ഇനി അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. പ്രാധാന്യം: പെസൻസ് എംപ്ലോയ്മെൻറ്റ്, ഫാമേഴ്സ് ഹൂ വെയർ മിയർ ടെനൻറ്റ് വെയർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ലാൻഡ് ഓണേഴ്സ്. കണ്ട, വെറും കർഷകരായിരുന്നവർ ഭൂമിയുടെ ഉടമകളായി മാറി. ഈ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ്റെ ഫലമായിട്ടാണ്. നോക്കൂ, ഇക്കണോമിക് ഗ്രോത്ത്. ആസ് ലാൻഡ് ബിക്കെയിം ട്രാൻസ്ഫറബിൾ അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ ഇൻക്രീസ്ഡ്. ലാൻഡ് ശരിക്ക് ട്രാൻസ്ഫറബിൾ പ്രോപ്പർട്ടി ആയിട്ട് മാറി. അപ്പം ഭൂമി പണയപ്പെടുത്തിക്കൊണ്ട് പണമെടുത്ത് കൂടുതൽ കൃഷി ചെയ്യാനോ മറ്റ് ആവശ്യങ്ങൾക്കോ വിനിയോഗിക്കാം. അങ്ങനെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി. ശരിക്ക് സാമ്പത്തിക വളർച്ചയുടെ കാരണമായി മാറിയത്. ഇനി സോഷ്യൽ ചേഞ്ച്. ദിസ് കോസ്ഡ് എ സെക്ഷൻ ഓഫ് ഫാമേഴ്സ് ടു ഗെയിൻ ലിബറേഷൻ ഫ്രം ദി ഗ്രിപ്പ് ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ പിടിയിൽ നിന്ന്, ഫ്യൂഡൽ മാടമ്പിമാർ ഇവരെ നിയന്ത്രിച്ചിരുന്ന ആ ഫ്യൂഡലിസത്തിൻ്റെ ആ ഒരു പിടിയിൽ നിന്ന് ഇവർ ഫ്രീ ആവുകയും അവർക്ക് കൂടുതൽ സാമൂഹികമായ മാറ്റങ്ങൾക്കത് കാരണമാവുകയും ചെയ്തു. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. അതായത് നമ്മൾ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ വരെ ആദ്യത്തെ ഒരു കുഞ്ഞ് ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി പഠിക്കുക. ഇനി തിരുവിതാംകൂറിലെ തന്നെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊക്ലമേഷൻ്റെ ഇതിൻ്റെ പുറകെ വരാൻ പോവുകയാണ്. അപ്പോൾ ആ തിരുവിതാംകൂറിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന ജമ്മികുടിയാൻ വിളംബരം, അതുപോലെ തന്നെ കണ്ടെഴുത്ത് വിളംബരം, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങൾ, മലബാറിലെ ഭൂപരിഷ്കരണം, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.